അവൻ നേരത്തെ നടന്ന മനോഹര നിമിഷങ്ങൾ ഓർത്ത് കട്ടിലിലേക്ക് ചാഞ്ഞു. അപ്പോഴാണ് ആദു ഫ്രഷായി ഇറങ്ങി വന്നത്. ആദു, ഡോ കാല, നിങ്ങൾ ഇതുവരെ കഴിക്കാൻ എണീച്ചു പോയില്ലേ? ഞാൻ നിന്റെ കാലനല്ല. അപ്പോൾ ലക്ഷ്യപ്പെണ്ണിനെ കൂടെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു. അയ്യോടാ, ഒരു കാലൻ. ഞാൻ കാലൻ അല്ലായിരിക്കാം, പക്ഷേ നീ ഒരു യക്ഷിയാണ് എന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. എന്തൊരു നീറ്റലാടി എൻ്റെ പുറത്തിന്. ചി പോടാ. മര്യാദയ്ക്ക് ആ കയ്യിലെ നഖം വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ എടി യക്ഷി, നിന്നെ ഞാൻ ആണിക്കൊണ്ടു തറക്കും, നോക്കിക്കോ. അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറത്തൊന്ന് തടവി പറഞ്ഞു. രുദ്രേട്ടൻ പറഞ്ഞത് ശരിയാ. ഈ കാലൻ എന്നെ തറച്ചു കഴിഞ്ഞു. പക്ഷേ അത് ആണിക്കൊണ്ട് അല്ല, മറിച്ച് നിന്റെ സ്നേഹം കൊണ്ടാണ് രുദ്ര. നിന്റെ ഹൃദയത്തിൽ ഈ യക്ഷിപ്പെണ്ണിനെ നീ തറച്ചു കഴിഞ്ഞു. ഒരിക്കലും ഒരു മടങ്ങി പോക്ക് ഇല്ലാതെ. നിന്റെ ഓരോ ശ്വാസത്തിലും എനിക്ക് അലിഞ്ഞു തീരണം. നിന്റെ ഓരോ വിയർപ്പ് തുള്ളികളിൽ പോലും എനിക്ക് ഇഴുകിച്ചേരണം. ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മമുണ്ടായാലും ഈ ഏക രുദ്രൻ്റെ ആയിരിക്കും. അല്ല ആണ്? അങ്ങനെ അവനാണ് എനിക്ക് ഇഷ്ടം. നിന്നോടുള്ളത് വെറും പ്രണയം മാത്രമല്ല, അതിനേക്കാൾ മുകളിൽ വേറെ എന്തൊക്കെയോ ആണ്. ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തതാണ്. അവൾ നിറഞ്ഞ മനസ്സോടെ അവനെ ഇറുകെ പുണർന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. അത് ഒരിക്കലും കാമത്തിൻ്റെ ചുംബനമായിരുന്നില്ല, മറിച്ച് അവൻ്റെ പ്രാണൻ ആയ ഏകയുടെ ഉള്ള വാത്സല്യത്തിൻ്റെയും നിസ്വാർത്ഥമായ പ്രണയത്തിൻ്റെയുമായിരുന്നു. ഇന്ന് എൻ്റെ യക്ഷിപ്പെണ്ണ് നല്ല ഫോമിലാണല്ലോ. പോ രുദ്രേട്ടാ. നിനക്ക് ഇനി നാണമെന്നും ഒക്കെ പറഞ്ഞ സാധനമുണ്ടായിരുന്നോ? ഡോ കാല, കൂടുതൽ കളിക്കല്ലേ. തൻ്റെ അടുത്ത് നാണിക്കാൻ വന്ന എന്നെ ചൂരൽ വെടിക്കണം. അപ്പോഴേക്കും പിണങ്ങിയോ എൻ്റെ കുറുമ്പി പെണ്ണ്? അവൻ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു. പലപ്പോഴും രുദ്രൻ അവൾക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല, അവളുടെ കുറുമ്പുകളെ ആസ്വദിക്കുന്ന ഒരു കൂട്ടുകാരൻ. പിണങ്ങിയിരിക്കുമ്പോൾ ചേർത്ത് നിർത്തി വാത്സല്യം പകർന്നു കൊടുക്കുന്ന ഒരു അച്ഛൻ. അങ്ങനെ എന്തൊക്കെയായിരുന്നു അവൾക്ക്. അവളും അത് ആസ്വദിച്ചിരുന്നു. പോ മുണ്ടൂല, എന്നെ കളിയാക്കിയില്ലേ? അവൾ മുഖം വീർപ്പിച്ച് വെച്ച് കൊണ്ട് കുട്ടികളെപ്പോലെ ചുണ്ട് കൂട്ടി നിന്നു. അച്ചോടാ, ഏട്ടൻ്റെ യക്ഷിപ്പെണ്ണ് പിണങ്ങിയോ? ഈ കവിൾ ഇങ്ങനെ വീർപ്പിക്കല്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. യക്ഷിപ്പെണ്ണിൻ്റെ പിണക്കം മാറാൻ ഏട്ടൻ ഒരു സമ്മാനം തരട്ടെ. അവൻ അവളുടെ വീർപ്പിച്ച വെച്ചിരിക്കുന്ന കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൾ സന്തോഷത്തോടെ അവനെ വരിഞ്ഞു മുറുകി. അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. താങ്ക് യു രുദ്രേട്ട. അവൾ അവൻ്റെ കവിളിൽ ഒരു ഉമ്മ നൽകി. അവൾ ആർത്തിയോടെ അത് പൊട്ടിച്ചു കഴിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. രുദ്രേട്ട. അവൾ ചിണുങ്ങി. എത്ര ചിണുങ്ങിയിട്ടും കാര്യമില്ല ഏക. ആഹാരം കഴിക്കാതെ ചോക്ലേറ്റ് തിന്നാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. യക്ഷിപ്പെണ്ണിന് ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, പക്ഷേ ആഹാരം കഴിക്കണം. നിനക്ക് തിന്നാൻ ഭയങ്കര മടിയാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഇനി അതൊന്നും നടക്കില്ല. കഴിച്ചേ പറ്റൂ. ഓ. അവൾ പുച്ഛിച്ചു മുന്നേ നടന്നു. അവൻ അവളുടെ കൈ പിടിച്ച് പുറകിലും വലിച്ചു. നിന്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മായി അച്ഛൻ, ദാ നിന്റെ ഈ വെളുത്ത സുന്ദരമായ കൈ എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടേൽ അത് എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഈ രുദ്രൻ്റെ ജീവിതത്തിൽ അവസാന കണിക വരെ. അതുകൊണ്ട് യക്ഷിപ്പെണ്ണ് പുച്ഛിക്കാതെ ഏട്ടൻ്റെ കൂടെ മര്യാദയ്ക്ക് നടന്നു വാ. അറിയാലോ, ഇടഞ്ഞാൽ ഈ രുദ്രൻ വെടക്ക് സ്വഭാവം പുറത്തെടുക്കും. അത് എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഞാൻ നന്നായി ഇനി മുതൽ ആഹാരം കഴിച്ചോളാം. അവളുടെ ആ വർത്തമാനത്തിൽ അവൻ മനസ്സിൽ പിടിച്ചു നിന്നതിൽ പാളിപ്പോയി. അവൻ പൊട്ടിച്ചിരിച്ചു. കൂടെ അവളും. അവർ രണ്ടുപേരും കൈ കോർത്തു പിടിച്ച് താഴെ കഴിക്കാൻ ആയിട്ട് പോയി. എൻ്റെ മക്കൾ നല്ല സന്തോഷത്തിലാണ് എന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് എന്തുവാ മനുഷ്യൻ? അവർ സന്തോഷിക്കട്ടെ എന്ന്. ഓ, അത് പോയിന്റ് അമ്മ.
അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ കവിളിൽ പിടിച്ച് വലിച്ച് ഒരു മുത്തം നൽകി. അവരും അവൻ്റെ തലയിൽ പതിയെ തലോടി. ഇത് കണ്ട് കുശുമ്പ് കയറിയ ആദിയും നിഹയും അവരെ വന്ന് ചുട്ടിപ്പിടിച്ചു. എന്നാൽ ദേവനുമായിട്ട് എന്തിനാ കുറുക്കുന്നത് എന്ന് വെച്ച് അച്ഛനും വന്ന് അവരെ ചൂട്ടിപ്പിടിച്ചു. ആരും ഒന്നും കൊതിച്ചു പോകുന്ന കുടുംബം. അപ്പോഴാണ് അവരിൽ നിന്ന് മാറി വിഷമിച്ചു നിൽക്കുന്ന ആദുവിനെ രുദ്രൻ ബാക്കിയുള്ളവരും ശ്രദ്ധിച്ചത്. എന്തു പറ്റി മോളെ, മുഖം വല്ലാതെ ആയത്? അത് അമ്മ, എൻ്റെ അമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആയിരുന്ന ഇങ്ങനെ എന്നെ ഓർത്ത് പിടിച്ചേനെ അല്ലേ? ഞാൻ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് ആണ് അമ്മ മരിച്ചത്. ദേ മോളെ, നീ അടി മേടിക്കും. നിനക്ക് അമ്മ ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ നിന്റെ സ്വന്തം അമ്മയാണ്, അമ്മായിമ്മയല്ല. നിനക്ക് ഇനി എന്നെ അങ്ങനെ കാണാൻ വയ്യെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. അവർ തെല്ലെ ഒരു കുറുമ്പോടെ പറഞ്ഞു. അമ്മേ, അങ്ങനെ പറയല്ലേ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരു അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയത്. എൻ്റെ നിർബന്ധപ്രകാരമാണ് അച്ഛൻ വേറെ കെട്ടിയത്. എൻ്റെ അനിയത്തി ഉണ്ടാവുന്നതുവരെ സുഭദ്ര അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമില്ല. ഞാൻ ഒരിറ്റ് സ്നേഹത്തിനും വാത്സല്യത്തിനും വേണ്ടി അമ്മയോട് കേണിട്ട് ഉണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അച്ഛൻ സ്നേഹിക്കാൻ ആയി നിൽക്കാനേ സാധിച്ചുള്ളൂ. കീർത്തിയുടെ അവളുടെ അനിയത്തി സുഭദ്രമ്മയുടെ ആദിൻ്റെ അച്ഛൻ്റെയും മോള്. കൂട്ടുകാർ വരുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ഒരു വേലക്കാരി മാത്രമായിരുന്നു. ഇത് കണ്ടോ അമ്മ, അവൻ തിളച്ച എണ്ണ എൻ്റെ കയ്യിൽ ഒഴിച്ചാണ് ഞാൻ ആ ഒരു 5 മിനിറ്റ് എഴുന്നേൽക്കാൻ വൈകിയതിന്. ഇതിൻ്റെ ഇടയിൽ ഉള്ള ഏക ആശ്വാസമായിരുന്നു എൻ്റെ നിഹയും കണ്ണേട്ടനും. പക്ഷേ നിഹ ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. രുദ്രേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി. അതൊന്നും എനിക്ക് ഇപ്പോൾ പ്രശ്നമില്ല. കാരണം ദൈവം ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബം തന്നു. അതിനേക്കാൾ ഉപരി ഒരു അമ്മയെയും തന്നു, ഭർത്താവിനെയും തന്നു. മരുമകളെ ഉപദ്രവിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് ഭാഗ്യവതിയാണ്. പറഞ്ഞു തീർന്നപ്പോഴത്തേനും അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയും നിഹയും ചൂട്ടിപ്പിടിച്ചിരുന്നു. അവർക്ക് എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ലായിരുന്നു. മാറി നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്ന രുദ്രൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വീണു. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ പ്രാണൻ അനുഭവിക്കേണ്ടി വന്ന വേദന ഓർത്ത് അവൻ ഹൃദയം നിലനിൽക്കുന്നതായി തോന്നി. അവരെ ചുട്ട് എരിക്കാൻ ഉള്ള ദേഷ്യം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. ദേവിക, മോൾ ഇനി വിഷമിക്കരുത്. ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് അധികം പരീക്ഷണം നൽകൂ. നിനക്ക് ഞങ്ങൾ എല്ലാവരുമുണ്ട്. നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടേൽ ഞങ്ങളോട് പറയുക. നിന്റെ ഭാരം കുറയും. ഇപ്പോൾ എൻ്റെ മോൾ കണ്ണു തുടച്ചേ. അവൾ കണ്ണു തുടച്ച് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ആദിയേട്ടാ, നിങ്ങളാണ് എന്നെ ഒരു ഏട്ടൻ്റെ സ്നേഹവും കാണിച്ചു തന്നത്. ലവ് യു ഏട്ടാ. ലവ് യു ടു മോളെ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് മുഖം വീർപ്പിച്ച് മാറി നിൽക്കുന്ന രുദ്രനെ ആദു ശ്രദ്ധിച്ചത്. എന്തു പറ്റി രുദ്രേട്ടാ? ഓ, ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോ? എല്ലാവർക്കും കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്നു. പാവം, ഞാൻ ഇവിടെ പോസ്റ്റ്. എടി യക്ഷിപ്പെണ്ണെ, നിനക്ക് ആരുമില്ല എന്ന് എങ്ങാനും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തോന്നിയാൽ ഉണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കും. കെട്ടോടി യക്ഷി. നിന്റെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങാൻ എന്നും എൻ്റെ നെഞ്ച് കാണും. ലവ് യു യക്ഷിപ്പെണ്ണെ. അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒരുമ്മ കൊടുക്കണം എന്ന് ഉണ്ടെങ്കിലും വീട്ടുകാർ നിൽക്കുന്നത് കൊണ്ട് മടിച്ചു. പക്ഷേ ഇത് കൃത്യമായിട്ട് ആദിക്ക് മനസ്സിലായി. കാരണം നൻപൻ എന്നും അങ്ങനെയാണല്ലോ. നിനക്ക് അവൾക്കൊരു ഉമ്മ കൊടുക്കണമെന്നുണ്ട് അല്ലേ? കൊടുത്തോടെ, ഞങ്ങൾ കണ്ണ് അടച്ചോളാം. എല്ലാവരും കെട്ടിപ്പിടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണാതെ ഒരു കിസ് അടിക്കാനും ചെക്കൻ മറന്നില്ല. പക്ഷേ അത് നമ്മുടെ ആദിയുടെ ക്യാമറകൾ കണ്ടു ഒപ്പിയെടുത്തു.
പിന്നെ അടിയായി കളി ആയി. ആകെ മൊത്തം ജഗപുകമയം. നമുക്ക് ഒരു സെൽഫി എടുത്താലോ? പിന്നല്ലാതെ. ആ കുടുംബത്തിൻ്റെ സന്തോഷം ആ ചിത്രത്തിൽ തെളിവായിരുന്നു. ആരും ഈ കുടുംബത്തിന് കണ്ണു വെക്കാതെ ഇരിക്കട്ടെ. ആരും കണ്ണു വെക്കത്തില്ല എൻ്റെ ദേവുട്ടി. ഇത് കേട്ടതും രുദ്രേട്ടൻ്റെയും ആദിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതെ, അവരുടെ കുടുംബത്തെ തകർക്കാൻ വരുന്നവരെ ആ 2 ആൺമക്കളും ഇടിച്ചു നിരപ്പാക്കുമെന്ന് ആ പുഞ്ചിരിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം പരസ്പരം ചേർത്ത് പിടിച്ചു സന്തോഷിച്ചു കൊണ്ട് ആ ദിവസം കടന്നുപോയി. ആദു, നിഹ, ആദി, അച്ഛ, അമ്മ, നമുക്കൊന്ന് പുറത്തു പോവാം, ബീച്ച് വരെ. ആഹാരം പെട്ടെന്ന് കഴിക്ക്. ഐവ, പൊളിച്ചു. അയ്യോടാ, അവളുടെ ഒരു സന്തോഷം. ഞാനും എൻ്റെ യക്ഷിപ്പെണ്ണ്, സോറി, എൻ്റെ ഏകയും കൂടി ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചതാ. അന്നേരം നിങ്ങളെ കൂട്ടിന് വിളിച്ചെന്ന് ഉള്ളൂ. ഓ, അല്ല രുദ്ര, ആരാ ഈ യക്ഷിപ്പെണ്ണ്? രുദ്രൻ തരിപ്പിൽ കയറി ചുമ്മാ. ഏയ് യക്ഷി, എനിക്കൊരു യക്ഷിയെയും അറിയൂല. ആദു ചിരി കടിച്ച് പിടിച്ച് ഇരിക്കുകയാണ്. നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഇനി നിന്നാൽ പ്രശ്നം രൂക്ഷമാവുമെന്ന് മനസ്സിലായി. അച്ഛനും അമ്മയും ഇടപെട്ടു. ആദി, രുദ്രൻ, മര്യാദയ്ക്ക് കഴിച്ചിട്ട് എണീറ്റ് പോ. ഓ ശരി തമ്പ്രാ. ഡാ. ദേവൻ ആദിയുടെ നേരെ കൈ ഈങ്ങി. ആദി, അമ്മേ, കുറച്ചുകൂടി കറി. അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. മക്കളെ, അമ്മയും അച്ഛനും വരുന്നില്ലട്ടോ. എന്തു പറ്റി അമ്മ? ഞാനും ദേവേട്ടനും അമ്പലത്തിൽ പോവാ. എന്നാ ശരി അമ്മ. അപ്പോഴാണ് ടേബിളിൽ അടിയിലൂടെ ആദിയുടെ കാലിൽ ഒരു കാൽ ഇഴഞ്ഞത്. ആദിയുടെ മനസ്സിൽ ലഡു പൊട്ടി. ആദി, ചേട്ടൻ്റെ മുത്തേ, നിഹ മോളെ, എനിക്ക് അപ്പോഴാ അറിയായിരുന്നു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അവനും പതിയെ കാലിന്മേൽ തഴുകി. പക്ഷേ ആദി തല പൊക്കി നോക്കിയപ്പോൾ നിഹ അവിടെ ചിക്കൻ കാലുമായുള്ള യുദ്ധത്തിൽ. മുഖത്ത് ഒരു എക്സ്പ്രഷനുമില്ല. എഗെയിൻ ആദി അയ്യോടാ മോളെ, നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. അവൻ വീണ്ടും തുടർന്നു. പക്ഷേ എക്സ്പ്രഷൻ മൊത്തം രുദ്രൻ്റെ മുഖത്തായിരുന്നു. അവിടെയും അതുതന്നെ. അവൻ ഏകയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പ്രതികരണമില്ല. ഉള്ള എക്സ്പ്രഷൻ മൊത്തം ആദിയുടെ മുഖത്താണ്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ഇളിച്ചു. കാൽ എടുത്തു മാറ്റി. അപ്പോഴാണ് അച്ഛൻ ആ ബോംബ് പൊട്ടിച്ചത്. കഴിഞ്ഞോ രണ്ടിൻ്റെയും കാൽ കൊണ്ടുള്ള സ്നേഹപ്രകടനം? എന്താ ദേവേട്ടാ? അത് ഒന്നുമില്ല അമ്മ. രുദ്രനും ആദിയും കൂടി അവിടെ ഇരുന്ന് ബ്രെഡ് എടുത്ത് അച്ഛൻ്റെ വായിൽ കുത്തി കയറ്റി. ബ്ലാ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കഥാനായികമാരും കൂടുതൽ ചമ്മാതെ ഇരിക്കാൻ എണീച്ചു പോയി. ആദി, നിഹ, നിങ്ങൾ ഒരുമിച്ച് പൊക്കോ. ഞാനും എൻ്റെ പെണ്ണും ബുള്ളറ്റിൽ വന്നോളാം. ശരി ഏട്ടാ. നിഹ ചെന്ന് ആദിയുടെ ബുള്ളറ്റിൽ കയറി അവനെ ഒറ്റാതെയിരുന്നു. മര്യാദയ്ക്ക് പിടിച്ചിരുന്നില്ലെങ്കിൽ താഴെ വീഴും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഓ ആയിക്കോട്ടെ. ആ സംഭവത്തിന് ശേഷം നിഹ ആദിയോട് മിണ്ടിയിട്ടില്ല. പരസ്പരം കണ്ടാൽ പുച്ഛിച്ച് കാണിക്കും. അവൾ അവൻ്റെ തോളിൽ കൈ ചേർത്ത് വെച്ചു. ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പക്ഷേ അവൻ അത് സമർത്ഥമായി ഒളിപ്പിച്ചു. നിഹ കാണാതെ രുദ്രനെ നോക്കി ഒന്ന് കണ്ണുറുകി. ചിരിച്ചു എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. അവൻ വണ്ടിയെടുത്തു. പക്ഷേ വണ്ടിയെടുത്തപ്പോൾ മുതൽ ഒരു ഫോണും എടുത്ത് കുറുകിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് നമ്മുടെ നിഹ. നമ്മുടെ ചെക്കൻ നന്നായി ദേഷ്യം വരുന്നുണ്ട്. അവൻ പല്ല് കടിച്ച് പൊട്ടിച്ചുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി. ഒന്ന് പതുക്കെ പോടോ. ആ ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കേണ്ട എങ്കിൽ മര്യാദയ്ക്ക് നിർത്തിവെച്ചോ. താൻ എനിക്ക് വാങ്ങിച്ചു തന്ന ഫോൺ ഒന്നുമല്ലല്ലോ, ചെറിയ പുഴു. ആദി, ബ്ലിം. നിന്നെ ഞാൻ ഈ വണ്ടിയിൽ നിന്നും എടുത്ത് എറിയും കുട്ടിപ്പിശാശേ. ആ ഫോൺ നിർത്തിയില്ലേൽ വിൽ കം യുവർ ലെറ്റർ ബേബി. ആദി അവൻ്റെ ബുള്ളറ്റ് സ്പീഡിൽ കുതിപ്പിച്ചു. അവളുടെ കയ്യിൽ അവൻ്റെ തോളിലും വയറിലും മുറുകെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദുവും രുദ്രവും തിരകളെ നോക്കി ആ മണൽ പരപ്പിലിരുന്നു. യക്ഷിപ്പെണ്ണേ, എന്തോ? നീ എന്താ ആക്സിഡൻറ്റിൻ്റെ ശേഷം എന്നോട് കണ്ണനെ പറ്റി ചോദിക്കാഞ്ഞേ? എനിക്ക് ഇപ്പോൾ അറിയണ്ട രുദ്രേട്ടാ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ
ഒരു ആഗ്രഹമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എനിക്ക് രുദ്രേട്ടനെ ആവണം. അതിനുശേഷം എനിക്ക് അറിഞ്ഞാൽ മതി എല്ലാം. അതെന്താ യക്ഷിപ്പെണ്ണെ അങ്ങനെ? കാരണം ഉണ്ട് രുദ്രേട്ടാ. നമ്മൾ ഒന്നാവുമ്പോൾ അവിടെ നമ്മൾ മാത്രം മതി. വേറെ ഒരു ചിന്തകൾക്കും സ്ഥാനമില്ല, ഉണ്ടാവാൻ പാടില്ല. എനിക്ക് രുദ്രേട്ടനും ഞാനും മാത്രം മതി രുദ്രത്തിക. പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, രുദ്രേട്ടനും ആദിയേട്ടനും കൂടെ അവനുള്ള കുഴി ഒരുക്കിയിട്ടുണ്ടെന്ന്. അതിൻ്റെ അവസാന ആണി അടിക്കാൻ ഞാൻ ഉണ്ടാവും. അത് വരെ ഒരു ചിന്തയും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ കാലനെ മാത്രം മതി. വേറെ ഒന്നും ഈ ആദിക്ക് ആഗ്രഹിക്കുന്നില്ല. അതിനു മറുപടി രുദ്രൻ ഒരു പുഞ്ചിരിയായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അല്ല രുദ്രേട്ടാ, അവർ എത്തിയോ? രുദ്രൻ ഒന്ന് ചിരിച്ചു. പറ രുദ്രേട്ടാ, കളിക്കാതെ. അവൻ അവൻ്റെ പെണ്ണിനെ കൊണ്ട് ഒരു സ്ഥലം വരെ പോയതാ.